നമ്മൾ റോമൻ സിവിലൈസേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ളത് അതിൻ്റെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡിക്ലൈൻ ഓഫ് റോമിനെ കുറിച്ചാണ്. റോമൻ എംപയറിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, മറ്റെല്ലാ എംപയറും പോലെ തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ റോമൻ എംപയറിനും തകർച്ച നേരിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗ്രീക്സ് എന്ന് പറയുന്നത്, ഗ്രീസിലെ ജനത ലോകത്തിന് ആർട്ട് തുടങ്ങിയ മേഖലകളിലൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയപ്പോൾ റോമൻസ് ആർക്കിടെക്ചർ മേഖല, അതായത് ഗവേണിംഗ് സിസ്റ്റം, ബിൽഡിംഗ് ടെക്നിക്സ് തുടങ്ങിയവയിലൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. റോമൻസിന്റെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു വേൾഡ് കൾച്ചറാണ്. ലോകത്ത് പലയിടത്തും നിലനിന്നിട്ടുള്ള അല്ലെങ്കിൽ പലയിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചറാണ് റോമൻ കൾച്ചർ എന്ന് പറയുന്നത്. റോമിന്റെ തകർച്ചയ്ക്ക് പല കാരണങ്ങളും പറയുന്നുണ്ട്. എഡ്വേർഡ് ഗിബ്ബൺ എന്ന സ്കോളർ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനിറ്റിയുടെ ഡെവലപ്മെന്റും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തിന്റെ വളർച്ചയുമാണ് ഈ ഒരു എംപയറിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ്. അതിനെ എതിർത്തുകൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടും പല ഒപ്പീനിയൻസും പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് സിവിൽ വാർസ് ഒരു പ്രധാന കാരണമായിരുന്നു. ആ കാലഘട്ടത്തിൽ റോമിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര കലഹങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ആഭ്യന്തര കലഹങ്ങൾ ആ കാലഘട്ടത്തിൽ റോമിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നതാണ് പോംബെ എന്ന് പറയുന്ന രാജാവിനെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് ജൂലിയസ് സീസർ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ദ പീരീഡ് ഓഫ് പോംബെ, ജൂലിയസ് സീസർ അവർ അധികാരത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സ്ട്രഗിൾസ്, അധികാരത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ഒരു സിവിൽ വാർസ് തന്നെയായിരുന്നു. അപ്പോൾ ജൂലിയസ് സീസർ പോംബെ എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ കയറണം. അപ്പോൾ ജൂലിയസ് സീസർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെനറ്റിന്റെ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ടിരുന്നാൽ തനിക്കൊരു പൊളിറ്റിക്കൽ കരിയർ, തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകുമെന്നാണ് ജൂലിയസ് സീസർ കരുതിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു അധികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ജൂലിയസ് സീസർ വരുന്നത്. അത് സെനറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഒരു തകർച്ചയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടിയിട്ട് ആഭ്യന്തര കലഹങ്ങൾ വളരെ സാധാരണയായി മാറി റോമില്. ദെൻ ദ ബാർബറിയൻ കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള അറ്റാക്കാണ് പറയുന്നത്. റോമിന്റെ പുറത്തു നിന്നുള്ള ഒരുപാട് അറ്റാക്സ്, അതായത് ബാർബറിയൻസ് ആയിട്ടുള്ള ജനങ്ങളുടെ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ അതിക്രമത്തിന് അല്ലെങ്കിൽ റോമിനെ ആക്രമിക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ, റോമിൽ ആ സമയത്ത് ഭരണകൂടം ഒന്നാമത് ഇന്നെഫിഷ്യൻ്റ് ആയിരുന്നു. നല്ലൊരു ഭരണകൂടം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ടാക്സ് സിസ്റ്റം തകർന്നു, ഇവിടെ പണപ്പെരുപ്പം ഉണ്ടാകുന്നുണ്ട്, നല്ലൊരു നേതൃത്വമില്ല, ടാക്സിൻ്റെ കാര്യമായിട്ട് വീഴ്ചകൾ, ടാക്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ കാര്യമായിട്ട് വീഴ്ചകൾ സംഭവിച്ചു. അങ്ങനെ ഒരുപാട് ഇന്റേണൽ ഫാക്ടേഴ്സ്, ഒരു രാജ്യത്തിനെ നല്ല രീതിയിൽ നയിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ടാണ് ബാർബറിയൻസ് അറ്റാക്കുമായിട്ട് വന്നത്. ഇനി മറ്റൊന്നാണ് ദ ബാറ്റിൽ ഓഫ് അഡ്രിനോപോൾ. 378 AD നടന്നതാണ് ദ ബാറ്റിൽ ഓഫ് അഡ്രിനോപോൾ. ബാറ്റിൽ ഓഫ് അഡ്രിനോപോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബാറ്റിൽ ബിറ്റ്വീൻ ഗോത്ത്സ് ആൻഡ് റോമൻ എംപയർ. ഗോത്ത് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗവും റോമൻ എംപയറും തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് അഡ്രിനോപോൾ എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് അഡ്രിനോപോളിൽ ഈ ഗോത്ത് എന്ന് പറയുന്ന വിഭാഗം, ശരിക്കും ഗോത്ത് എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽ ഹൂൻസ് എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗോത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന് ഹൂനന്മാരുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ ഈ ഹൂനന്മാരുടെ ആക്രമണ ഭീഷണി വരുന്ന സമയത്ത് ഗോത്ത് ആദ്യം റോമൻ എംപയറിലെ രാജാവിനോട് തന്നെയാണ് പറയുന്നത് തങ്ങളെ സഹായിക്കണമെന്നും അവിടെ സ്റ്റേ ചെയ്യണമെന്നും ഗോത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു. പക്ഷേ റോമൻ എംപയറിന് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനോ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹൂണന്മാരുടെ ഇൻവേഷൻ തടയാൻ വേണ്ടിയിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി റോമൻ എംപയർ കൈയടക്കുകയാണ് ചെയ്യുന്നത്. അത് അവരങ്ങനെ കൈയടക്കി. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു വാറാണ്, റോമൻ ആർമിയും ഗോത്തും തമ്മിൽ ഉണ്ടായിട്ടുള്ള വാറാണ് ദ ബാറ്റിൽ ഓഫ് അഡ്രിനോപോൾ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ റോമൻ എംപയറിന്റെ ശക്തമായ ആർമീനെ ഗോത്സ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ആർമി തോൽപ്പിച്ചു എന്നാണ്. ഗോത്സിന്റെ വിജയമാണ് അവിടെ ഉണ്ടാവുന്നത്. റോമൻ ആർമിയുടെ 2/3 റോമൻ ആർമീനെയും ഗോത്ത് എന്ന് പറയുന്ന വിഭാഗം ഇല്ലാതാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ ഗോത്സിന്റെ ആക്രമണത്തിന് ശേഷം പിന്നീട് രണ്ടാമതും ഗോത്സ് 395 to 410 AD പിന്നെയും ഗോത്ത് ആക്രമണം നടത്തുന്നുണ്ട്. ഇതുപോലെ അലാറിക് എന്ന് പറഞ്ഞ ലീഡറിന്റെ നേതൃത്വത്തിൽ, ഗോത്തിന്റെ അന്നത്തെ ലീഡറായിരുന്നു അലാറിക്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും
റോമൻ എംപയർ, റോമൻ രാജാവ് ഒരുപാട് ഓഫേഴ്സ് ഗോത്സിന് വെച്ച് നീച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നായിരുന്നു ബാൽക്കൻസ് എന്ന് പറയുന്ന ലാൻഡിന്റെ അവകാശം. അപ്പോൾ ഈ അവകാശം തിരിച്ചു പിടിക്കാൻ, ഈ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അലാറിക്കിന്റെ നേതൃത്വത്തിൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അലാറിക്ക് എന്ന് പറഞ്ഞ നേതാവ് മുന്നോട്ട് വെച്ച മറ്റൊരു ആശയമായിരുന്നു റോമൻ സിറ്റിസൺഷിപ്പ്, റോമിലെ പൗരത്വം എന്ന് പറയുന്നത്. ഇത് രണ്ടും നേടിയെടുക്കാനാണ് അടുത്തൊരു സ്ട്രഗിള് ഈ ഗൊത്ത് എന്ന് പറയുന്ന വിഭാഗം റോമിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഗൊത്സിന്റെ എന്താ പറയാ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് റോമൻ എംപയർ. ദെൻ ഡിക്ലൈൻ ഓഫ് ട്രേഡ്. പോളിബയസ് എന്ന് പറയുന്ന റൈറ്റർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംപയറിന്റെ തകർച്ചയ്ക്ക് മുമ്പ് തന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം അവിടെ തകർന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. പിന്നെ റോമൻ കൾച്ചറിന്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക്, സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള പതനം, ട്രേഡ് ആക്ടിവിറ്റീസിലുണ്ടായ പതനം, ഇതൊക്കെയും എന്തിന് കാരണമായിട്ടുണ്ട്? എംപയറിന്റെ മൊത്തത്തിലുള്ള തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ മറ്റൊന്നെന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഡെവലപ്മെന്റ് ആയിരുന്നു പറഞ്ഞല്ലേ. എഡ്വേർഡ് ഗിബന്റെ തിയറി ആയിരുന്നു ദ ഡെവലപ്മെന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം ഉയർന്നു വന്നപ്പോൾ അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? സമാധാനം, സ്നേഹം തുടങ്ങിയ ആശയങ്ങളൊക്കെ ക്രിസ്ത്യാനിറ്റി അന്ന് മുന്നോട്ട് വെച്ച് പ്രചരണം നടത്തിയപ്പോൾ അതിനൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു എന്താ പറയാ, സ്വർഗരാജ്യം നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ജീവിതമല്ല, സ്വർഗത്തിൽ മറ്റൊരു ജീവിതം ഉണ്ടെന്നും അവിടെയുള്ള ജീവിതം, അങ്ങനെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ പല ആളുകൾക്കും ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ മതം നൽകുന്ന ഓഫേഴ്സ്, അത് ഇവിടെ ആയാലും സ്വർഗരാജ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി. അപ്പോൾ അതുവരെ റോമൻ എംപയർ എന്ന് പറയുന്നൊരു നാഷണാലിറ്റീനെ കണ്ടിരുന്ന ജനങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു മതത്തിനെ കാണാൻ തുടങ്ങി എന്നത് അവരുടെ ഒരു വലിയൊരു വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. ആ എംപയറിന്റെ ഒരു തകർച്ചയ്ക്ക് വലിയൊരു കാരണമായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ രാജാക്കന്മാര് നീറോ, കലിഗുള തുടങ്ങിയ നീറോ, സൽഗുള തുടങ്ങിയ രാജാക്കന്മാർ അവർ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ്, നീറോന്റെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക, ഒട്ടും തന്നെ ജനതയെ കാണാതെ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു, ഈ നീറോനെ സംബന്ധിച്ചിട്ടാണ് ഒരിതുണ്ട്, എന്താ പറയുക, റോമൻ സാമ്രാജ്യം കത്തി നശിക്കുമ്പോൾ അന്തപുരത്തിരുന്ന് വീണ വായിച്ച വ്യക്തി എന്നൊക്കെ നീറോനെ കളിയാക്കി പറയും. കാരണം അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു നീറോ ഒക്കെ. അപ്പോൾ അവരുടെയൊക്കെ ദൂർത്ത് ഇതൊക്കെ എന്താ സാധാരണ ജനങ്ങളെ ഈ ഒരു ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ആ ഭരണകൂടം തന്നെ തകരുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്നു. ദെൻ പബ്ലിക് ഹെൽത്ത്, ആളുകളുടെ ശാരീരിക അവസ്ഥ, ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അതായത് വെള്ളത്തിൽ നിന്നൊക്കെ അസുഖങ്ങൾ വരികയും, വെള്ളം കുടിച്ച് അതിൽ നിന്ന് അസുഖങ്ങൾ വരിക, അത് സ്പ്രെഡ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ഹെൽത്ത് വൈസ് അവർ ഒട്ടും തന്നെ നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിരുന്നത്. ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മക്കുറവ് വരിക, കുഴഞ്ഞു വീഴുക, അങ്ങനത്തെയുള്ള പല അസുഖങ്ങളും റോമിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ പെട്ടെന്ന് കുറവ് വരികയാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ കാരണം. അതൊരു റീസൺ ആയിരുന്നു. ദെൻ ഈ റോമിൽ നിരന്തരമായിട്ടുണ്ടായിട്ടുള്ള അവരുടെ ജീവിത രീതി കാരണം പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ ഗോൾഡ് അതുപോലെ തന്നെ കോസ്റ്റ്ലി മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഒഴുക്ക് നിന്നുകൊണ്ട് അതൊരു പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയും അത് സ്റ്റേറ്റിന്, ആ ഭരണകൂടത്തിന് തിരിച്ചടിയാവുകയും ചെയ്യുകയുണ്ടായി. പിന്നെ മറ്റൊന്ന്, പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള അന്തരം, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അതൊരു വലിയൊരു ഡിവൈഡ് തന്നെയായിരുന്നു ആ ഒരു റിച്ചും പൂറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതും എന്താ പറയുക, ആളുകളെ കൂടുതൽ മറ്റ് ദൂഷ്യ സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നായിട്ട് മാറി. ദെൻ എംപയറിന്റെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്, സ്പ്ലിറ്റ് ഓഫ് ദി എംപയർ. റോമൻ എംപയർ ഡയോക്ലീഷ്യന്റെ ഭരണകാലത്ത് റോമൻ എംപയർ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ ബൈസ്റ്റാൻഡിയൻ എംപയർ, വെസ്റ്റേൺ റോമൻ എംപയർ. അപ്പൊ ഈ വെസ്റ്റ് ഈസ്റ്റ് എന്ന രീതിയിലുള്ള രണ്ട് തരംതിരിവ് റോമൻ എംപയറിന്റെ ശക്തിയെ കുറയ്ക്കുകയാണ് ചെയ്തത്. ഈ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു
കോൺസ്റ്റാന്റിനോപ്പോൾ ആയിരുന്നു വെസ്റ്റേൺ എംപയറിന്റെ ക്യാപിറ്റൽ. ഈസ്റ്റേൺ എംപയറിന്റെ ക്യാപിറ്റൽ റോമുമായിരുന്നു. അപ്പോൾ ഇതൊരു ഇത്തരത്തിലുള്ളൊരു ഡിവിഷൻ അവിടുത്തെ റോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട്, അപ്പോൾ ഇത്രയും കാരണങ്ങൾ, പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെ മുതലെടുത്തിട്ടാണ് ബാർബേറിയൻസ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്, റോം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീഴ്ചയിൽ നിൽക്കുന്ന ഒരു സാമ്രാജ്യത്തിനെ ബാർബേറിയൻസ് അറ്റാക്ക് ചെയ്യുകയും അവര് റോം കൊള്ളയടിക്കുകയും കയ്യേറുകയും ചെയ്യുന്നു. അത്തരത്തിൽ അറ്റാക്ക് ചെയ്ത ബാർബേറിയൻസ് ആയിട്ടുള്ള വിഭാഗങ്ങളാണ് ബുർഗുണ്ടിയൻസ്, ഏംഗൽസ്, സാക്സൺസ്, ലൊംബാർഡ്സ്, മഗിയസ് തുടങ്ങിയവരൊക്കെ. അപ്പോൾ ഒരു 475 AC കാലഘട്ടത്തിലൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ റോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ റോമൻ എംപയറിന്റെ തകർച്ചയ്ക്കൊരു ഒറ്റ കാരണമല്ലുള്ളത്, ഒരുപാട് കാരണങ്ങളുണ്ട്. അവിടുത്തെ രാജാക്കന്മാരുടെ തെറ്റായിട്ടുള്ള ഭരണരീതി, അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെന്റിലൊക്കെ വന്നിട്ടുള്ള വലിയ കറപ്ഷൻസ്, അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ, ദെൻ ക്രിസ്ത്യാനിറ്റിയുടെ ഡെവലപ്മെന്റ്, ട്രേഡ് ഇല്ലാതെയായി, പണപ്പെരുപ്പം ഉണ്ടായി, ദെൻ യുദ്ധങ്ങളുണ്ടായി, പുറത്തുനിന്നുള്ള യുദ്ധങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള യുദ്ധങ്ങളും, അങ്ങനെ പിന്നെ എംപയർ ഡിവൈഡ് ചെയ്തു പോയി, രണ്ടായിട്ട് എംപയർ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് റോമൻ എംപയറുടെ തകർച്ച ഉണ്ടാവുന്നത്. ഇത്രയാണ് നമുക്ക് ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ എന്ന ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്